ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. എന്നാൽ ദൈവം സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. സ്തോത്രം. ലക്ഷക്കണക്കിന് ആളുകൾ ഈ വാക്യം വായിച്ച് ആശ്വാസവും സമാധാനവും കർത്താവിലുള്ള പ്രത്യാശയും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്, ഒരു രോഗം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ സകലവും ദൈവം നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്ന് പറയുവാൻ അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഈ വാക്യത്തിലെ സകലവും എന്ന പ്രയോഗം സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കാര്യങ്ങൾ മാത്രമല്ല. തിന്മയും കഷ്ടതയും രോഗവും മരണവും ഇതിൽ ഉൾപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലെ മോശമായ കാര്യങ്ങൾ പോലും ദൈവം നന്മയ്ക്കായി മാറ്റുന്നു. നാം സന്തുഷ്ടരായിരിക്കുമ്പോൾ, കാര്യങ്ങൾ ഭംഗിയായി നടക്കുമ്പോഴും ഈ വാക്യവുമായി ഒത്തുപോകുവാൻ വളരെ എളുപ്പമാണ്. എന്നാൽ കഷ്ടകാലങ്ങളിൽ, ദുഃഖവേളകളിൽ ഈ വാക്യം മനസ്സിലാക്കുവാൻ പ്രയാസമാണ്. ദൈവം നമ്മുടെ തിന്മയ്ക്കായി ഒന്നും ചെയ്യുന്നില്ല, എന്നാൽ ചിലപ്പോൾ ചില കഷ്ടങ്ങൾ വരുത്തി അതിൽ കൂടി സകലതും നന്മയ്ക്കായി തീർക്കുന്നു. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിൽ തടവറയിലായിട്ടുള്ളവർക്ക്, ക്രൂശിക്കപ്പെട്ടവർക്ക്, സിംഹക്കുഴിയിലിട്ടപ്പെട്ടവർക്ക്, കല്ലേറിൽ കൊല്ലപ്പെട്ടവർക്ക്, സുവിശേഷം നിമിത്തം ജയിലിൽ ആയിരിക്കുന്നവർക്ക്, സ്തോത്രം, ഈ ലോകത്തിൽ സകല കാര്യങ്ങളും നന്മയ്ക്കായിരുന്നു എന്ന് നാം പറയുവാൻ നമുക്ക് സാധിക്കുകയില്ല. എന്നാൽ സകലതും സാധിക്കും. ഈ ഭൂമിയിൽ വച്ച് നമുക്ക് നന്മയ്ക്കായി തീർക്കാത്ത എല്ലാ കാര്യങ്ങളും നമ്മുടെ യേശു കർത്താവ് സ്വർഗത്തിൽ നന്മയ്ക്കായി തീർക്കും. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, താൻ സഹിച്ചതുപോലെയുള്ള ദുരിതങ്ങളും കഷ്ടങ്ങളും വളരെ കുറച്ച് പേർ മാത്രമേ സഹിച്ചിട്ടുള്ളൂ. എങ്കിലും വരുവാനുള്ള ദൈവ തേജസ് വിചാരിച്ചാൽ താൻ സഹിച്ച കഷ്ടങ്ങൾ വെറും നിസ്സാരമായിട്ടാണ് തനിക്ക് തോന്നിയിട്ടുള്ളത്. സ്തോത്രം. കാരണം വരുവാനുള്ള ദൈവ തേജസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ നാം മക്കളെങ്കിൽ അവകാശികളുമാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ഒരു ഡിപ്പോസിറ്റ് പോലെ ഭാവിയിൽ സ്വർഗത്തിലെ നന്മകളുടെ അവകാശത്തിൻ്റെ അച്ചാരമായി നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഒരു പ്രധാന കാര്യം എടുത്തു പറയുന്നത്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികൾ എന്ന നിലയിൽ നാം അവൻ്റെ ജീവനും തേജസ്സും മാത്രമല്ല, അവൻ്റെ കഷ്ടതയിലും പങ്കാളികളാകണം. സ്തോത്രം. നാം അവൻ്റെ കഷ്ടതയിൽ പങ്കാളികളാകുവാൻ മനസ്സില്ലെങ്കിൽ അവൻ്റെ തേജസ്സിലും പങ്കാളികളാകുവാൻ പറ്റുകയില്ല. സ്തോത്രം. വിശ്വാസികൾക്ക് 2 തരത്തിലുള്ള ശോധനകളുണ്ട്, ഓർ 2 തരത്തിലുള്ള ക്രൂശുണ്ട്. ഒന്ന് നമ്മുടെ പഴയ മനുഷ്യനെ അത് ക്രൂശീകരിച്ചതാണ്. അതായത് നമ്മളിലെ പഴയ മനുഷ്യൻ കർത്താവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി നാം പാപശരീരത്തിന് നീക്കം വരുത്തിയിരിക്കുന്നു. സ്തോത്രം. ഈ 2ാമത്തെ ക്രൂശ് കർത്താവിനെ പറ്റുന്നതിലൂടെ വരുന്ന കഷ്ടതയും പീഡനവുമാണ്. 1ാമത്തെ ക്രൂശ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ചുമന്നു. 2ാമത്തെ ക്രൂശ് നാം കർത്താവിന് വേണ്ടി ചുമക്കണം. നാം ക്രിസ്തുവിനോടുകൂടെ കൂട്ടാവകാശികളാകണമെങ്കിൽ, നാം അവനോടുകൂടെ തേജസ്കരിക്കണമെങ്കിൽ, അവനോടുകൂടെ വാഴണമെങ്കിൽ നാം 2ാമത്തെ ക്രൂശ് ചുമന്നേ തീരുകയുള്ളൂ. സ്തോത്രം. ആമേൻ. ഈ ഭൂമിയിൽ
ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് സംഭവിക്കുന്ന എല്ലാ കഷ്ടങ്ങളും ദൈവം സ്വർഗത്തിൽ നന്മയ്ക്കായി തീർക്കും. നമ്മുടെ ഭാവി പ്രത്യാശയെക്കുറിച്ച്, ഭാവി മഹത്വത്തെക്കുറിച്ച്, നന്മയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സ്വർഗീയ നന്മയാണ്. ഈ ഭൂമിയിലെ നന്മയല്ല. ഈ ഭൂമിയിൽ സാത്താൻ്റെ പ്രവർത്തനം ശക്തമാണ്. എന്നാൽ സ്വർഗത്തിൽ സാത്താനില്ല. ഈ ഭൂമിയിലെ സാത്താൻ്റെ സകല തിന്മകളും സ്വർഗത്തിൽ ദൈവം നമ്മുടെ നന്മയ്ക്കായി തീർക്കും. മാത്രമല്ല, ദൈവം ഈ ലോകത്തിലുള്ള നമ്മുടെ ക്ഷേമത്തെക്കുറിച്ച് കരുതുന്നവനാണ്. സ്തോത്രം. ദൈവം നമ്മുടെ ശരീരത്തെക്കുറിച്ച്, നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും കരുതുന്നവനാണ്. സ്തോത്രം. ദൈവം ഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടത് എല്ലാം നൽകി എന്ന കാര്യം നാം മറക്കരുത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. നാം ദൈവരാജ്യത്തിൻ്റെ നീതി അന്വേഷിക്കുമ്പോൾ അവൻ നമുക്ക് ഈ ലോകത്തിൽ ആവശ്യമായ ഭക്ഷണം, വസ്ത്രം ഒക്കെയും തരും. ദൈവം നമ്മുടെ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുവദിക്കുമ്പോൾ ഈ ലോകത്തിൽ വച്ച് തന്നെ ക്ലേശങ്ങളിൽ നിന്ന് നന്മകൾ ഉളവാക്കുവാൻ ശക്തനാണ് ദൈവം. സ്തോത്രം. കരുണയുള്ളവനാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉളവാക്കിയവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ദൈവ തേജസ്സിൽ പ്രശംസിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ നമ്മുടെ കഷ്ടതയിൽ സന്തോഷിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ വിശ്വാസികൾക്ക് കഷ്ടതയിലും ദുരിതത്തിലും സന്തോഷിക്കണം. സ്തോത്രം. കഷ്ടതയിൽ നമ്മുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുവാൻ കഴിയണം. ക്ലേശങ്ങളിലൂടെയും കഷ്ടങ്ങളിലൂടെയുമാണ് നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്നത്. നമ്മെ കർത്താവ് ശക്തന്മാരാക്കുന്നത് നമ്മുടെ പരിശോധനയിൽ കൂടിയാണ്. പല രീതിയിലുള്ള ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നാം കൂടുതൽ നീതിയുള്ളവരായി തീരുവാൻ ദൈവം നമുക്ക് ശിക്ഷണം നൽകുന്നത്. സ്തോത്രം. ഞാനൊരിക്കൽ റോഡിൽ അനുവദിച്ചിരിക്കുന്നതിൽ കൂടുതൽ സ്പീഡ്, അതായത് സ്പീഡ് ലിമിറ്റിൽ കൂടുതൽ വേഗതയിൽ വാഹനം ഓടിക്കുവാനിടയായി തീർന്നു. ഞാൻ ഡാഷ്ബോർഡിൽ ശ്രദ്ധിച്ചില്ല. എനിക്ക് സ്പീഡിങ്ങിന് ടിക്കറ്റ് കിട്ടി. ഈ സംഭവത്തിന് ശേഷം ഞാൻ വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ കെയർഫുള്ളായിട്ടാണ് ഓടിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, നമുക്ക് ചില അനുഭവങ്ങൾ വരുമ്പോൾ മാത്രമാണ് നാം അതിനെക്കുറിച്ച് കൂടുതൽ ജാഗ്രത പാലിക്കുന്നത്. സാത്താൻ്റെ ശക്തി വളരെയാണെങ്കിലും ദൈവത്തിൻ്റെ ശക്തി അതിലുപരിയാണെന്നുള്ള കാര്യം നാം അറിയുന്നത് നാം പലപ്പോഴും ദൈവത്തോട് അടുത്തു വരുമ്പോഴാണ്. നാം ചില കഷ്ടങ്ങളിൽ കൂടി കടന്നു പോയതിന് ശേഷമാണ് നമ്മെക്കുറിച്ചുള്ള ദൈവഹിതത്തിൻ്റെ പ്ലാനും പദ്ധതിയും നാം അറിയുന്നത്. നാം വായിച്ച വാക്യങ്ങളിലേക്ക് നോക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ ഉദ്ദേശമനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, സ്തോത്രം, സകല കാര്യങ്ങളും അവൻ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് നാം അറിയുന്നു. വാഗ്ദാനങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതാണ്. ആ കാര്യം നാം മറക്കരുത്. നാം ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ സകലവും നന്മയ്ക്കായി ദൈവം തീർക്കുന്നു. സ്തോത്രം. നമ്മുടെ പ്രത്യാശ ദൈവത്തിലായിരിക്കണം. ദൈവം വാഗ്ദാനം ചെയ്തതൊക്കെ നിവർത്തിക്കുവാൻ വിശ്വസ്തനും കഴിവുള്ളവനുമാണ്. വെറുമൊരു ദൈവമല്ല നമ്മുടെ ദൈവം. ദൈവത്തെ നാം സ്നേഹിക്കാതിരിക്കുകയും അവൻ്റെ ഉദ്ദേശപ്രകാരം ജീവിക്കാതിരിക്കുകയും ചെയ്താൽ ഈ വാക്യത്തിലെ വാഗ്ദാനം നമുക്കുള്ളതല്ല. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വിളിയും തിരഞ്ഞെടുപ്പും നാം ഉറപ്പാക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ മുഖാന്തരം
അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. സ്തോത്രം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആരാണ്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകുന്നു. സ്തോത്രം. ഇതുറപ്പാണ്. ദൈവം തിരഞ്ഞെടുത്തവരെ മറ്റാർക്കും കുറ്റം ചുമത്തുവാൻ കഴിയുകയില്ല. നമ്മെ നീതീകരിക്കുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവം മാത്രമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഷ്ടതയ്ക്കോ സങ്കടത്തിനോ ഉപദ്രവത്തിനോ പട്ടിണിക്കോ ആപത്തിനോ കഴിയുന്ന ഒന്നല്ല, കഴിയുകയില്ല. സ്തോത്രം. അത് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിലുള്ളതിനോ മറ്റൊരു യാതൊരു സൃഷ്ടിക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ആ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല. അവനിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി തീർക്കുന്നു. ആരിൽ? കർത്താവായ യേശു ക്രിസ്തുവിൽ. അതിനായി ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗാഡ് ബ്ലസ് യു ഓൾ. ആമേൻ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.